ഹായ് ഓൾ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി റൈസ് കഴുകി വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, കുരുമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യോ വെളിച്ചെണ്ണയോ ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കളർ വരാൻ വേണ്ടിയിട്ട് റൈസിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ സവാള ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൊരിയിച്ച് എടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചേക്കാണ്. വെളിച്ചെണ്ണ പതുക്കെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് കറുവപ്പട്ട, ഏലക്കായ, അതുപോലെ തന്നെ തക്കോലം ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പുമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, നമ്മൾ വഴറ്റിയെടുത്ത സവാള ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കഷ്നട്ട്, കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ഇല്ലാത്തതുകൊണ്ട് സവാള മാത്രമാണ് വഴറ്റുള്ളൂ. അത് നമ്മൾ മീതെ ഇട്ട് കൊടുത്തേക്കാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.